നേരം ഓൺലൈനിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇന്നത്തെ നമ്മുടെ ചോദ്യം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വീടിന്റെ ഉൾഭാഗത്തിനെ പറ്റി സംസാരിച്ചു. പുറം ഭാഗത്തിനെ പറ്റി നമുക്കൊന്ന് സംസാരിച്ചാലോ? അതായത് വീടിന് ചുറ്റുമതിൽ എങ്ങനെ കെട്ടണം, അതിൻ്റെ ചുറ്റും എങ്ങനെ സംരക്ഷിക്കണം എന്നൊരു ചോദ്യം. ഈ ചുറ്റുമതിൽ എന്ന് പറഞ്ഞാൽ ഒരു വാസ്തു മണ്ഡലമാണ്. നമുക്ക് വീടിൻ്റെ സുരക്ഷിത മാത്രമല്ല, പ്രകൃതിയുടെ ഒരു സുരക്ഷിതം കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ പല ആൾക്കാരോട് ചോദിച്ചിട്ടുള്ളത്, ചുറ്റുമതിൽ കെട്ടുമ്പം എത്ര പൊക്കം വേണം? സാധാരണ പറഞ്ഞില്ല, പണ്ട് കാലത്ത് 2 കോല്, അതായത് ഒരു കോലെന്ന് വെച്ചാൽ 72 സെൻറ്റിമീറ്റർ 2.5 അടി എന്ന് പറഞ്ഞാൽ ഇതിൽ 5 അടി പൊക്കം നമുക്ക് കൊടുക്കണം. 5 അടി. എന്നാൽ വേറെ ഒരു കണക്കൂടെ എന്നത് പറയാം. നമുക്ക് ഈ 5 അടി എന്ന് പറയുന്നത് കിഴക്കും വടക്കും കർശനമായിട്ട് അത് മതി. കാരണം അവിടെ നിന്ന് സൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റവും കൂടുതൽ പാസ് ചെയ്യുന്ന ഭാഗമാണ്. എന്നാൽ തെക്കിൻ്റെ ഭാഗവും പടിഞ്ഞാറ് ഭാഗവും കുറച്ച് കൂട്ടി മതിൽ കെട്ടിയെന്ന് പറഞ്ഞിട്ട് ദോഷമില്ല. 5 അടി ചുറ്റി കിട്ടുന്ന ദോഷമില്ല. വേണമെങ്കിൽ തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും ഒരടിയും കൂടെ കൂട്ടി കെട്ടാം. കെട്ടുന്ന തടസ്സമില്ല, ചെയ്യാം. ചില ആൾക്കാർ കോട്ട മതിൽ പോലെ കെട്ടിക്കളയും. മറ്റുള്ള വീട് കാണരുത്, അവൻ മറ്റേ ശത്രുവാണ്, ഇത് വേണം ഇതും പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത കയറിൽ 10 അടി 12 അടിയൊക്കെ പൊക്കി മതിൽ വീട് വെച്ചിരുന്നാൽ യവന് തന്നെ ദോഷം. അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. അതായത് അനുകൂലമായ തരംഗങ്ങൾ യവൻ്റെ പുതിയ വീട്ടിൽ കിട്ടൂലെന്നർത്ഥം. അവൻ മനസ്സിലാക്കുന്നില്ല. ഭൗമോർജം, പ്രാപഞ്ചോർജം, ലൈറ്റ്നിങ്, എയർ പാസിംഗ് എന്നൊരു കണക്കുണ്ട്. അത് അവൻ്റെ വീട്ടിലേക്ക് കയറില്ല. ഒരിക്കലും തന്നെ നമുക്കത് ആപത്താണ്. കോട്ട പോലെ. ഞാൻ എൻ്റെ വീട്ടിന് കിടക്കുന്ന ഒരു കാര്യം ആരും തന്നെ കാണണ്ട, പാടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ എന്താ ചെയ്യാൻ പറ്റും? ഈ ലോകത്ത് സങ്കുചിത മനസ്ഥിതിയാണ് അവർ ആ വീടിന് ചുറ്റും ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു അയൽപക്കം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളെ ബന്ധുക്കളും മക്കളും ആരും ചില ഒരു ആവശ്യം വന്നാൽ ദൂരെ ആയിരിക്കും. അവരൊക്കെ വരുമ്പോൾ ഒരു വിളിയേട്ടാൽ പോലും പെട്ടെന്ന് അയൽവക്കക്കാരാണ് വന്ന് നോക്കേണ്ട എടുക്കേണ്ടയും ഒരു പെട്ടെന്നൊരു അസുഖം തന്നെ ഇന്നത്തെ കാലമല്ലേ അയൽവക്കാരനുണ്ട്. അതുകൊണ്ട് എപ്പോഴും തന്നെ അയൽപക്കം നല്ല രീതിയിൽ കൊണ്ടുപോകണം, സ്നേഹത്തിൽ കൊണ്ടുപോകണം. വിട്ടുവീഴ്ച മനോഭാവം നമുക്ക് ജീവിതത്തിൽ വേണം. ഈഗോ മനോഭാവം കളയണം. ഞാനാണ് എല്ലാം വലുത്, നീ എല്ലാം, അങ്ങനെ ചിന്ത ഒരിക്കലും പാടില്ല, ആരും പാടില്ല. നമ്മളിപ്പോൾ അച്ഛനും അമ്മയായിരിക്കുന്ന മക്കൾ, അച്ഛൻ ദേഷ്യപ്പെടാം, അച്ഛൻ തന്നെയാണ് അല്ലേ. അമ്മ വളരെ സോഫ്റ്റ് ആണെങ്കിൽ അച്ഛനെ ഒരു ചെറിയ ഈഗോ കാണിക്കും, സ്വാഭാവികമാണ്. നമ്മുടെ കുറച്ച് ശാസിക്കുക എന്താണ്, നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്, അത് കേസ്. അതുപോലെ തൊട്ട് അയൽപക്കങ്ങൾ ഇങ്ങനെ അടിച്ചാൽ മാത്രമേ ശബ്ദം കേൾക്കുള്ളൂ, ഒരു കൈ ശബ്ദം. അവരെന്തെങ്കിലും ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂടുതൽ കർശന നിലപാട്, നമ്മൾ കുറച്ച് മയപ്പെട്ടാൽ ഒരൊന്നും ഇല്ല അല്ലേ. അത് പക്ഷേ ഞാൻ ഈ പറയുന്നാൽ തൊട്ട് അയൽപക്കം നമുക്ക് ലെഫ്റ്റ് ആയിരുന്നാലും റൈറ്റ് ആയിരുന്നാലും ഫ്രണ്ട് ആയിരുന്നാലും ബാക്ക് ആയിരുന്നാലും എവിടെ ആയിരുന്നാലും അയൽപക്കം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയാൽ അതിന് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. ഒരു ഭാഗം നമ്മൾ സ്വല്പം നമ്മൾ താന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. ആണോ? ഒന്നുമില്ല. നമുക്ക് ഒരു കാര്യം, ഒരാളെ സ്വല്പം ജാടയിലേക്ക് സംസാരിച്ചു, നമ്മൾ സ്വല്പം താന്നു, നമ്മൾ ഒരിക്കലും താഴില്ല. നമ്മുടെ സ്വല്പം കഴിയുമ്പോൾ നമ്മുടെ ബഹുമാനം അവർ തിരിച്ചു തരും. സത്യമാണത് അല്ലേ. ഇപ്പോൾ നമ്മൾ നടക്കാനൊക്കെ പോകുന്ന കാര്യമുണ്ട്. ചില പതിവായിട്ട് നമ്മൾ വഴിയിൽ ഒരാളെ കാണുന്നു, വിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മൾ വിഷ് ചെയ്തു, പക്ഷേ അടുത്ത അയാൾ വരുമ്പോൾ അയാൾ നമ്മൾ അങ്ങോട്ട് വിഷ് ചെയ്യുമ്പോൾ കൈയെടുത്ത് വിഷ് ചെയ്യും. എന്താണ്? അതാണ് ആ ബഹുമാനം. കൊടുത്ത് വാങ്ങുക എന്നാണ് എൻ്റെ തത്വം. ആരും ഈ ലോകത്ത് വലിയവനല്ല എന്നർത്ഥം. ആ ചിന്താഗതി നമ്മൾ ഒന്നുമല്ല, എന്നെക്കാട്ടി വലിയ ആൾക്കാരോട് ഉണ്ട്, എല്ലാത്തിനും അധികം ഈശ്വരനുണ്ട് എന്ന് ചിന്തിച്ച് പോയിരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ഷമ. നാക്കാണ് നമ്മുടെ ശത്രു അല്ലേ. നാക്കാണ് നമ്മുടെ ശത്രു, നാക്കാണ് വാള്. നമ്മുടെ ശത്രുക്കൾ ഉണ്ടാക്കണ മുഴുക്ക നമ്മുടെ സ്വന്തം നാവാണ്. നാവ് ക്ലിയർ ആയിരുന്നാലുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിന് ഞാൻ ഈ പറഞ്ഞ അയൽവക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറയണത്,
ഒരു വീട് വെച്ച് നമ്മൾ ആദ്യമേ തന്നെ ഒരു സ്ഥലത്ത് വീട് വെച്ച് വീട് പണിയൊക്കെ ആരംഭിക്കുമ്പോൾ തന്നെ അയൽവക്കമായിട്ട് ബന്ധപ്പെട്ട് അവർ നല്ല രീതിയിൽ പെരുമാറും. നമ്മൾ തീർച്ചയായിട്ടും അവരോട് നല്ല രീതിയിൽ പെരുമാറി അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഇങ്ങോട്ട് വരും. അതാ ഞാൻ പറഞ്ഞത്, വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു പരസ്പര ധാരണ വേണം. എല്ലാം എൻ്റെ ഞാൻ പറഞ്ഞ കാര്യത്തെ മുൻതൂക്കം കൊടുക്കാവും, അങ്ങനെ എടുക്കരുത്. ഒരു ഭാഗം നമ്മൾ സ്വല്പം താന്നും പറഞ്ഞിട്ട് വേറെ കുഴപ്പം നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യമാണ് ഈ അയൽപക്കം. ഞാൻ അതുകൊണ്ട് എടുത്തു പറഞ്ഞ കാര്യമാണ് ഈ മനയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് വന്നത്. അപ്പോൾ കിഴക്ക് ഭാഗവും വടക്ക് ഭാഗവും നമുക്ക് 5 അടി പൊക്കം മതി. മറ്റുള്ള തെക്കും പടിഞ്ഞാറ് നമുക്ക് മന കൂട്ടിക്കെട്ടിന് തടസ്സമില്ല. കൂട്ടിക്കെട്ടുന്ന ഒരു പരിധിയുണ്ട്, ആർപ്പുറത്ത് കൂട്ടിക്കളെ. പിന്നെ ചരിഞ്ഞ ഭൂമി നമുക്കിപ്പോഴെപ്പോഴും തന്നെ ഈ വീടിനെ പറ്റി പറയുന്നത് ആദ്യം കൊണ്ട് പറയുന്നത് കിഴക്കോട്ട് അല്പം ചരിഞ്ഞ ഭൂമിയോ വടക്കോട്ട് അല്പം ചരിഞ്ഞ ഭൂമിയോ നല്ലതെന്ന് പറയുന്നതിനാൽ രാവിലത്തെ ആദ്യത്തെ സൂര്യകിരണങ്ങൾ കറക്റ്റായിട്ട് ഈ ഭാഗത്തേക്ക് ഏൽക്കും. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ, നല്ലതാണ് എന്ന് പറയും. ജലത്തിൻ്റെ ലഭ്യത കേട്ടോ, എപ്പോഴും തന്നെ ഒരു ഭാഗത്ത് നമുക്ക് എപ്പോഴും തന്നെ ഞാൻ നേരത്തെ കിണറിൻ്റെ സാധനമൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ മന കെട്ടിക്കഴിഞ്ഞു, ഒരു മന കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലം വാങ്ങി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചുറ്റുമല് കെട്ടുകയാണ്. അപ്പോൾ ചുറ്റുമല് കെട്ടാൻ ഒരു കാര്യം ശ്രദ്ധിക്കും. നമുക്കിപ്പോഴും ഉദാഹരണം കിഴക്ക് ദർശനോട്ട് ഞാൻ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം കിഴക്കാണ് റോഡുള്ളത്, ആ റോഡുള്ള ഭാഗം മാത്രം മന ആദ്യം കെട്ടണ്ട. മറ്റുള്ള 3 ഭാഗവും മന കെട്ടിയിട്ട് വീട് പണി കഴിപ്പിച്ചാൽ പണി പെട്ടെന്ന് തീരും. സത്യമാണ്. അത് നിങ്ങളുടെ പരീക്ഷണാർത്ഥം നോക്കിക്കോളൂ. നിങ്ങളൊരു വീട് ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് ഒരു പൂശുന്നൊക്കെ പിന്നെ മതി, കോളം വെച്ചൊക്കെ ഇട്ടിട്ട് സാധനം ഇറക്കാൻ വേണ്ടി ഒരു സൈഡ് കെട്ടാൻ പറ്റൂലല്ലോ, ഒരു സൈഡ് ഒഴിച്ചിട്ട് മറ്റേ 3 സൈഡ് നിങ്ങൾ മന കെട്ടിയിട്ട് വീട് പണി തുടങ്ങിയാൽ പെട്ടെന്ന് തീരും, ഒരു തടസ്സമില്ലാതെ പോകും. ഇല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഭൂമിയോട്ട് ബന്ധപ്പെട്ടിങ്ങനെ ഭൂമിയുടെ ചില അദർശ്യമായ ചില ശക്തികളെ കടന്നുകയറ്റമുണ്ട്. അത് ചില കാര്യങ്ങൾ നമ്മൾ എത്ര ഇല്ലയെന്ന് പറഞ്ഞിരുന്നാൽ അത് ഉണ്ടെന്നർത്ഥം. അപ്പോൾ നമുക്ക് പല തടസ്സങ്ങളും വന്നുകൊണ്ടേയിരിക്കും, പല പല തടസ്സങ്ങൾ. ഒരുപാട് വീടുകൾ പണി തുടങ്ങി വർഷങ്ങളോളം തീരാത്തതുണ്ട്. അതുപോലെ തന്നെ വേറെ ഇതൊക്കെ ഞാൻ എൻ്റെ പ്രാക്ടിക്കലായിട്ട് ആഴത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. ഈ ഫ്ലോട്ട് തിരിച്ച വീടുകൾ സ്ഥലങ്ങളുണ്ടെന്ന് വെച്ചോളൂ. 10 ഫ്ലോട്ടാണ് തിരിച്ചത്. 10-ൽ ഒരാൾക്കാർ വീട് വെച്ച് അവസാനം ഒരു ഫ്ലോട്ട് ഇടയ്ക്കുണ്ട്, അത് വീട് പണിഞ്ഞില്ല. ആ വീട്ടിൽ ഒരു വർഷം 2 വർഷം കഴിഞ്ഞ് അടുത്ത ആൾ വീട് വയ്ക്കാൻ പോവുകയാണ്, അവസാനത്തെ ആൾ. ഇതിനകത്തൊരു കാര്യമുള്ളത്, അങ്ങനെയുള്ള ഭൂമി വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കണക്ക് നോക്കേണ്ടത് ശക്തമായ രീതിയിലുള്ള ഭൂമി പൂജയും കാര്യങ്ങളും ചെയ്യാതെ ഒരിക്കലും തന്നെ ആ ഭൂമിയിൽ വീട് വയ്ക്കരുത്. കാരണം ഒരുപാട് അനർത്ഥങ്ങൾ മാറി 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 ഈ ഭാഗത്ത് ചില നെഗറ്റീവ് ചെന്ന് തങ്ങും. മനസ്സിലായില്ലേ? അവിടെ ചെന്ന് തങ്ങും. അപ്പോൾ അങ്ങനെയുള്ള ഭൂമി ശക്തമായ ഭൂമി പൂജയും കാര്യങ്ങൾ ചെയ്തല്ലാതെ തുടങ്ങരുതെന്ന് അർത്ഥം. ഒരുപാട് കാര്യങ്ങൾ വീട് വയ്ക്കുമ്പോൾ നമ്മൾ ആലോചിച്ചും കാര്യങ്ങൾ ചെയ്താൽ ഒരു കുഴപ്പമില്ല, നമുക്ക് വീട് പണി. മാത്രമല്ല നല്ല സ്ഥലങ്ങളൊക്കെ മറ്റുള്ളവർ വാങ്ങിയിട്ടുണ്ടാവും, ആർക്കും വേണ്ടാത്തതായിരിക്കും അവസാനം. അതെ, അതുകൊണ്ട് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ചെയ്യാം. എല്ലാം ഒരു പരിധി വരെ നമ്മൾ നോക്കിയെല്ലാം ചെയ്താൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സാർ ഇത് പറഞ്ഞു തന്നത്. ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.